അസ്സലാമലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഷെസ്വാൻ ഫ്രൈഡ് റൈസ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഒരു അടിപൊളി റൈസിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതായത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഷെസ്വാൻ ഫ്രൈഡ് റൈസ്. ലഞ്ച് ബോക്സ് ഒക്കെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ എന്താ ഉണ്ടാക്കാന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കാണ്ട് ഇതേപോലെ റൈസൊക്കെ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് കായ്മുളക് എടുത്തിട്ട് ഇതേപോലെ പേസ്റ്റാക്കി എടുക്കണം. പേസ്റ്റ് ആക്കുന്നതിന് മുന്നേ കായ്മുളക് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം ചൂടുവെള്ളത്തിൽ. അതിനുശേഷം നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഈ ഉണ്ടാക്കുന്നതാണ് ഷെസ്വാൻ സോസ്. ഇതാണ് ഈ റൈസിന്റെ ഹൈലൈറ്റ്. റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് നമുക്ക് ഈ റൈസ് കിട്ടുക. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച നമ്മളെ ചില്ലി പേസ്റ്റ് ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക. മിക്സിൻ്റെ ജാറിൽ പറ്റിക്കെടുക്കുന്നവയെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അധികം വെള്ളം ചേർക്കരുത്. ഇതൊന്ന് സോസ് കൺസിസ്റ്റൻസി ആവാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് സോസൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം സോയാ സോസ്. ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ സോസ് ഇവിടെ നന്നായിട്ട് പ്രിപ്പയർ ആയി കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ റൈസിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഇത് ഒഴിവാക്കിയിട്ട് നമ്മൾ റൈസ് ഉണ്ടാക്കാന്ന് വെച്ചാൽ നമ്മൾ ഷെസ്വാൻ റൈസ് ആവില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബോൺലെസ് ചിക്കൻ വേണം. ഞാൻ ഇവിടെ ഒരു 100 ഗ്രാമോളാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞളും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഷെസ്വാൻ സോസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ഈ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എയർ ഫ്രയറിൽ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു പാൻ വെച്ച് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് അപ്പുറം മറിച്ചിട്ടിട്ട് ഹാഫ് കുക്കാക്കിയിട്ട് എടുക്കണം. ഇനി നമുക്ക് നമ്മളെ റൈസ് പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. റൈസ് ഓൾറെഡി ഞാൻ ഇവിടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച ബസ്മതി റൈസ് നമ്മൾ വേവിച്ചിട്ട് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ റൈസ് പോട്ടിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ ആദ്യം ബീൻസ്, പിന്നെ 2 തരം ക്യാപ്സിക്കം, ഇതാണ് ആഡ് ചെയ്യാവുന്നത്. ഇത് 3ഉം 30 ഗ്രാം വെച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. നമുക്കിത് ഏകദേശം 2-3 മിനിറ്റ് ഒന്ന് ജസ്റ്റ് വാട്ടിയെടുത്താൽ മതി. കാരണം നമ്മൾ അധികമായിട്ട് വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ റൈസിൽ ഈ വെജിറ്റബിൾസ് ഒക്കെ കടിക്കുമ്പോഴാണ് ടേസ്റ്റ് കിട്ടുക. ഇനി നമ്മൾ ഇതിലേക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം തന്നെ ഒരു 2-3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം സോയാ സോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മൾ ഷെസ്വാൻ സോസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതാണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി വെതറി കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക.
ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ റൈസ് ഇല്ലേ, അത് ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു കപ്പോളം റൈസാണ് കുക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊന്നും നമ്മൾ ഇതിങ്ങനെ സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ റൈസൊക്കെ പൊട്ടിയിട്ട് ആകെ നാശകോശമാവും. അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ പതുക്കെ നമുക്കിത് റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അവസാനമായിട്ട് നമ്മൾ റൈസിലേക്ക് 1 ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഒരു 30 ഗ്രാമോളം സ്പ്രിംഗ് ഓണിയനും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ക്ലാസ്സിലേക്ക് ലഞ്ച് ബോക്സ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. രാവിലെ എണീച്ചിട്ട് ടൈം കിട്ടാത്ത പ്രശ്നം കൊണ്ട് തന്നെ ഞാൻ ഈ റൈസ് രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വെറും ഒരു 20 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ റൈസൊക്കെ നല്ല കംപ്ലീറ്റ്ലി കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ബേസ് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞാൻ പറയും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലും കുറ്റവും കുറവും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ പുതിയൊരു റെസിപ്പി തപ്പി പിടിച്ച് പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ മാസലാമ. ബൈ ബൈ ഫ്രം കോയാസ് റെസിപ്പി.